4000 രൂപ പെൻഷൻ അക്കൗണ്ടിലേക്ക് വരുന്നു. റേഷൻ കാർഡുള്ള എല്ലാവർക്കും ഓണക്കിറ്റ്, സർക്കാർ ജീവനക്കാർക്ക് DA വർധനവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാല് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ഇത്തരത്തിലുള്ള മെസ്സേജുകളുടെയും വീഡിയോകളുടെയും ഒരു പൂരം തന്നെയാണ്. എന്നാൽ കേട്ടോളൂ, ഇതിൽ പലതും നിങ്ങളുടെ വ്യൂസ് തട്ടിയെടുക്കാനുണ്ടാക്കിയ വ്യാജ വാർത്തകൾ മാത്രമാണ്. അപ്പോൾ എന്താണ് ഇതിലെ യഥാർത്ഥ സത്യം? ഓണത്തിന് മുൻപ് നിങ്ങളുടെ കൈകളിൽ യഥാർത്ഥത്തിൽ എത്ര രൂപ എത്തും? ഏതൊക്കെ റേഷൻ കാർഡുകൾക്കാണ് ഓണം കിറ്റുകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുക? ഓണത്തിന് മുൻപായിട്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടുമോ? ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ എന്താണെന്ന് വിലയിരുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോവുകയാണ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. കാരണം ഓണക്കിറ്റുകൾ കൊടുക്കുന്ന റേഷൻ കാർഡുകളും അതുപോലെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓണക്കാലത്ത് കേരളത്തിലുള്ളവർക്ക്, അതായത് സാധാരണ ജനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട 100% കൃത്യവും ഔദ്യോഗികവുമായ വസ്തുതകൾ മാത്രമാണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അർജുന. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എന്നും എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിലവിൽ ജൂലൈ മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടും സഹകരണ ബാങ്ക് പ്രതിനിധികൾ വഴി വീടുകളിൽ എത്തിച്ചും തുക കൈമാറുന്നുണ്ട്. സോ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഡിലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ബാങ്കിന്റെ പ്രോസസിംഗ് ടൈം അനുസരിച്ച് തുക ക്രെഡിറ്റ് ആകുന്നതാണ്. സോ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഫർ ചെയ്യുമല്ലോ. സോ ആ സമയത്ത് ഞാനും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പലരും ഭയങ്കര കൺഫേം ആയ രീതിയിലാണ് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ 2 മാസത്തത് ഒരുമിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ. എന്നാൽ സത്യം എന്തെന്നാൽ സർക്കാർ ഇതുവരെ ഇതിൽ യാതൊരു അന്തിമ തീരുമാനമോ അല്ലെങ്കിൽ ഔദ്യോഗിക ഉത്തരവോ ഇറക്കിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഓണത്തിന് മുൻകൂറായി പെൻഷൻ നൽകിയ ചരിത്രമുള്ളതിനാൽ സർക്കാർ ഇത് പരിഗണിച്ചേക്കാം എന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. സോ ഔദ്യോഗിക അറിയിപ്പ് വരാതെ ഇത്തരം പ്രചരണങ്ങളിൽ നിങ്ങൾ വീഴരുത്. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു 2 കാര്യമുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യുക. നമ്പർ 1, ബാങ്ക് KYC ആൻഡ് ആധാർ ലിങ്കിങ്. ബാങ്ക് അക്കൗണ്ട് ഇൻആക്റ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ തുക ചിലപ്പം തിരിച്ചയക്കപ്പെടാം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, പെൻഷൻ മസ്റ്ററിങ്. നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ ചെയ്യുക. കൃത്യസമയത്ത് തന്നെ ചെയ്യുക. ഓക്കെ, കിടപ്പ് രോഗികൾക്കും വയോധികർക്കും വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പം ലഭ്യമാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന സൗജന്യ ഓണക്കിറ്റും റേഷൻ ആനുകൂല്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളാണ്, അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. പൊതുവിപണിയിലെ വിലക്കയറ്റം ആലോചിച്ച് പലരും ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. എന്നാൽ അങ്ങനെയുള്ളവർക്കൊരു റിലീഫാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത്തവണയും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ പോകുന്നത്. 16ഓളം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ ഓണം കിറ്റുകളാണ് സപ്ലൈകോ വഴി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. സോ മറ്റ് കാർഡ് ഉടമകൾക്ക് കിറ്റ് ലഭിക്കുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കോ പൊതുവിഭാഗങ്ങൾക്കോ, അതായത് നീല കാർഡുകൾ, വെള്ള കാർഡുകൾ, ഇവർക്കൊക്കെ സൗജന്യ കിറ്റ് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം ഇപ്പൊ വന്നിട്ടില്ല. ചിലപ്പോൾ വന്നേക്കാം, നിലവിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പ്രത്യേകം ഓണം ഓഫറുകളും ഓണം ഫെയറുകളും സബ്സിഡി വിപണികളും തുറക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. നമ്മുടെ സംസ്ഥാനത്തിന്റെ, അതായത് കേരളത്തിന്റെ സൗജന്യ കിറ്റ്, ഓണക്കാലത്ത് കൊടുക്കുന്ന ഈ സൗജന്യ കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് 10-ാം തീയതിയോടെയാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ് മറക്കരുത് കേട്ടോ, ഓഗസ്റ്റ് 10. ഇന്നിപ്പം ഓഗസ്റ്റ് 4 ആയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് 10-നാണ് തുടങ്ങുന്നത്. 840 രൂപ അടുത്ത് വിലയുള്ള 10 ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങളാണ് കിറ്റിൽ ലഭിക്കുക. ഈ സൗജന്യ കിറ്റ് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകാർക്കായിരിക്കും സൗജന്യ കിറ്റ് ലഭിക്കുക. ഞാൻ വീണ്ടും പറയാണ്, റേഷൻ കടകൾ വഴി വിതരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഈ ഒരു കിറ്റ് 4 പേർക്ക് ഒരു കിറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ, ആ രീതിയിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ സപ്ലൈകോ കിറ്റുകൾ തയ്യാറാക്കി റേഷൻ കടകളിൽ എത്തിച്ചായിരിക്കും വിതരണം നടത്തുന്നത്. ഇനി മറ്റു വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ,
അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. മുൻപ് കോവിഡിന്റെ സമയത്താണ്, ആ സമയത്ത് എല്ലാവരും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ. സോ ആ സമയത്ത് നമ്മുടെ അന്നത്തെ ഗവൺമെന്റ് എല്ലാ റേഷൻ കാർഡുകൾക്കും പൊതുവായിട്ട് കിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം മുൻഗണനാ വിഭാഗത്തിലെ, അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമാണ് കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നത്. ഇതുകൂടാതെ സപ്ലൈകോ എല്ലാ റേഷൻ കാർഡുകൾക്കും സബ്സിഡി കിറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ മഞ്ഞ റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമല്ല വിചാരിക്കരുത്. കാരണം സപ്ലൈകോ എല്ലാ റേഷൻ കാർഡുകൾക്കും സബ്സിഡി കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെ 3 തരത്തിലുള്ള കിറ്റുകൾ പ്രധാനമായിട്ട് സപ്ലൈകോ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു. അതായത് 1000 രൂപയുടെ അത്തം കിറ്റ്, അതിൽ 21 ഇനങ്ങളാണ് ഉൾപ്പെടുന്നത്. 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ 1228 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആ കിറ്റിൽ ഉണ്ടാകും. ഇനി ഉത്രാടം കിറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ 1500 രൂപയുടെ ഏകദേശം 25ഓളം ഇനങ്ങൾ അടങ്ങുന്ന ഉത്രാടം കിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമ്മൾ 1500 രൂപ മുടക്കി കഴിഞ്ഞ് വാങ്ങുകയാണെങ്കിൽ അതിൽ 1900 രൂപയുടെ സാധനങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ് ആ കിറ്റിൽ നമുക്ക് ലഭിക്കുക. അതായത് 1500 രൂപ മുടക്കുമ്പോൾ 400 രൂപ അധികം വരുന്ന ഉൽപ്പന്നങ്ങൾ ആ കിറ്റിൽ ഉണ്ടാകും. ഇനി മറ്റൊരു കിറ്റ് ഉള്ളത് തിരുവോണം സ്പെഷ്യൽ കിറ്റ്. 30ഓളം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന തിരുവോണം സ്പെഷ്യൽ കിറ്റിൽ നമ്മൾ 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏകദേശം 3000 രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ നമുക്ക് ലഭിക്കും. 500 രൂപയുടെ സാധനങ്ങൾ നമുക്ക് ആ സബ്സിഡിയിൽ, അതായത് എക്സ്ട്രാ ലഭിക്കും. അപ്പൊ ഈ 3 കിറ്റുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് എല്ലാ കാർഡുകൾക്കും ലഭിക്കും. അപ്പൊ ഇതാണ് ഓണം കിറ്റുകളുടെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷ നൽകി കാത്തിരുന്ന അർഹരായ കുടുംബങ്ങൾക്ക് ആശ്വാസമായി പുതിയ കാർഡുകളുടെ വിതരണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീല, വെള്ള കാർഡുകളിൽ നിന്ന് മുൻഗണനാ പട്ടികയിലേക്ക് മാറാൻ അപേക്ഷിച്ചവരെല്ലാം തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് ഫോണിൽ വരുന്ന SMS വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് വെച്ച് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പൊ BPL കാർഡ് ലഭിക്കുന്നതോടെ സൗജന്യ അരി അല്ലെങ്കിൽ ഈ ഓണം കിറ്റ് എന്നതിന് പുറമെ മറ്റ് നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികൾക്കും നിങ്ങൾ അർഹരാകും. അപ്പൊ അതിനെക്കുറിച്ച് ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചാനൽ നോക്കി നമ്മുടെ വീഡിയോ കാണാനും മറക്കരുത് കേട്ടോ. അടുത്തതായി നമുക്ക് സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷനുകാരും കാത്തിരുന്ന DA വിഷയത്തിലേക്ക് കിടക്കാം. ഓണക്കാലത്ത് DA വർധനവ് നൽകാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ധനവകുപ്പിന്റെയും മന്ത്രിസഭയുടെയും അന്തിമ തീരുമാനവും ഔദ്യോഗിക GOയും പുറത്തു വന്നാൽ മാത്രമേ നമുക്കിത് ഉറപ്പിക്കാനാവുള്ളൂ. അപ്പൊ അത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ നിലവിൽ ഒരു കൺഫർമേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതുപോലെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന ഒന്നാണ് സ്കൂൾ അവധികളും സബ്സിഡി കിറ്റുകളുടെ പാക്കേജ് തുകകളും. അത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വിദ്യാഭ്യാസ വകുപ്പിന്റെയോ അല്ലെങ്കിൽ സപ്ലൈകോയുടെയോ പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ മാത്രം വിശ്വസിക്കുക, എടുക്കുക. യെസ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഓണക്കാലത്തെ ആനുകൂല്യങ്ങളെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകളെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. യൂട്യൂബിൽ കാണുന്ന എല്ലാ തംബ്നെയിലുകളും വിശ്വസിച്ച് തെറ്റിദ്ധരിക്കപ്പെടരുത്. യഥാർത്ഥവും സത്യസന്ധവുമായ വാർത്തകൾ തത്സമയം നിങ്ങൾക്കറിയാൻ ബോസ്വാല ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഒരു ഓണക്കാലത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ആവശ്യമുള്ളതും ഗുണമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളോ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിലോ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.